Dear children, accountancy classലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടൽ ബിൽസ് പേയബിൾസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലേ? അപ്പൊ ലയബിലിറ്റിക്ക് എപ്പോഴും ഏത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസുമാണ്. ഇനി എന്താണ് ഈ ലയബിലിറ്റിയുടെ റൂൾ എന്ന് പറയുന്നത്? അതായത് ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ? Increase in liability should be credited and decrease in liability should be debited. നേരത്തെ പഠിച്ചിട്ടുള്ള റൂളാണ്. അത് തന്നെ ഈ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ദ ഐറ്റംസ് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ബാധ്യതയുടെ തുക കൂട്ടുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ ഡെബിറ്റ് ദ ഐറ്റംസ് ഡിക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഈ ബാധ്യതയുടെ തുക കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റും ചെയ്യുക. ഈ ഒരു ടിപ്പ് ഓർത്തിരുന്നാൽ നമുക്ക് ബിൽസ് പേയബിൾ അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പം അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മറ്റേത് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് പോലെ തന്നെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എവിടെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസും ആണ്. അങ്ങനെയാണെങ്കിൽ ബിൽസ് പേയബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഏത് സൈഡിലായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എവിടെയേ വരികയുള്ളൂ? ഡെബിറ്റ് സൈഡിലേ വരികയുള്ളൂ. നമ്മൾ ആദ്യം അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് രേഖപ്പെടുത്താം. ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ആണ്. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് എപ്പോഴും എവിടെയാ വരികയുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതുന്നത്? ബാലൻസ് ബി ഡി. എത്രയാണോ എമൗണ്ട് അതങ്ങ് എഴുതുക. ഇനി ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ഓപ്പണിംഗ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലേ വരികയുള്ളൂ. ബാലൻസ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ക്ലോസിംഗ് ബാലൻസ് ബാലൻസ് സി ഡി. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി. ഇനി ഈ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി നമുക്ക് എപ്പോഴാണ് വരുന്നത്? നമ്മൾ ക്രെഡിറ്റിനെ പർച്ചേസ് ചെയ്തിട്ട് ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അല്ലേ? ക്രെഡിറ്റർക്ക് ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ബിൽസ് പേയബിൾ എന്ന ലയബിലിറ്റി കൂടാൻ കാരണം എന്താ? നമ്മൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തതാണ് അല്ലേ? അതായത് ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുക്കാനുള്ള തുകയാണിത്. ഇപ്പം നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതേണ്ട? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്. ഇത്ര രൂപയുടെ ബിൽസ് പേയബിൾ ആണ് അക്സെപ്റ്റ് ചെയ്തത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബാക്കി എല്ലാ ഇൻഫോർമേഷൻസും രേഖപ്പെടുത്തിയ ശേഷം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് വരുന്ന ഫിഗർ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ഈ ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്ര രൂപയുടെ ബില്ലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ക്രെഡിറ്റർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പം ഇനി ഇവിടുന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു ബിൽസ് പേയബിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ക്രെഡിറ്റർക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ഇത് ബിസിനസ്സാണ്. ബിസിനസ് തൻ്റെ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ആര് വരുന്നു? ക്രെഡിറ്റർ വരുന്നു അല്ലേ? എത്ര രൂപയുടെ പർച്ചേസ്, അത്രയും രൂപയുടെ ബിൽസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം ബിസിനസ്സിനെ സംബന്ധിച്ച് കൊടുക്കാനുള്ള തുകയാണല്ലോ. അപ്പം നമ്മൾ ബിൽസ് പേയബിൾ എന്നല്ലേ വരികയുള്ളൂ. ഇനി ഈ ബിൽസ് എന്തൊക്കെ ആകാൻ സാധ്യതയുണ്ട്? ഇതിന് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഒന്ന്, ഈ ബില്ല് കറക്റ്റ് ഡേറ്റിൽ ഹോണർ ആകാൻ സാധ്യതയുണ്ട്. അതായത് ബിസിനസ് ആ പറഞ്ഞ സമയത്ത് ക്യാഷ് കൊടുക്കുക അല്ലേ? അപ്പം ബില്ല്
ഹോണർ ആകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ബില്ലിലെ തുക ബിസിനസ് ക്രെഡിറ്റർക്ക് ഒന്നുകിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ നൽകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇനി അല്ലെങ്കിൽ ഈ ബില്ല് എന്താകാൻ ചാൻസ് ഉണ്ട്, ഡിസോണർ ആകാൻ ചാൻസ് ഇല്ലേ. ഇപ്പം ബിൽസ് പേയബിള് ഡിസോണേഡ്. അപ്പൊ ഇത്രയുമാണ് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ഈ അക്കൗണ്ടിലേക്ക് എങ്ങനെ എഴുതുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ. ഇനി ഈ ബില്ലിലെ തുക ബിസിനസ് ക്രെഡിറ്റർക്ക് ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ നൽകുന്നു. അതായത് ബില്ല് എന്താകുന്നു, ഹോണർ ആകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതായത് ബില്ലിലെ തുക കൊടുത്തു തീർക്കുമ്പോൾ അത്രയും ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, കുറയുകയല്ല ചെയ്യുന്നത്, അത്രയും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ബില്ലിലെ തുക ഇത്തരത്തിൽ ബിസിനസ് ക്രെഡിറ്റർക്ക് നൽകുമ്പോൾ ക്യാഷ് ആയിട്ടാണ് നൽകുന്നതെങ്കിൽ അത്രയും ബാധ്യത, ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ബാധ്യത അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് എവിടെ എഴുതണം, ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. കാരണം ബിൽസ് പേയബിളിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെന്നും പറഞ്ഞ് എഴുതണം, ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതണം. അല്ല ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് എന്നും പറഞ്ഞ് എഴുതണം. ചെക്കാണെങ്കിലാണ് ബാങ്കിൽ നിന്ന് വരുന്നത്. അപ്പം എത്രയാണോ കൊടുക്കുന്നത് ആ എമൗണ്ട് എഴുതുക. അപ്പോൾ അത്രയും തുകയ്ക്ക് ആ ലയബിലിറ്റി എന്ത് ചെയ്തു, അവിടെ ഡിക്രീസ് ചെയ്തു. നമ്മൾ ബിൽസ് പേയബിളിന്റെ എമൗണ്ട് നൽകി, അതുകൊണ്ട് ഇപ്പോൾ ഇനി ആ ലയബിലിറ്റി അവിടെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇനി ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ഈ ലയബിലിറ്റി ഇല്ലാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ബിൽസ് പേയബിൾ, നമ്മൾ കൊടുത്ത ബിൽസ് പേയബിൾ എന്താകാൻ ചാൻസ് ഉണ്ട്, ഡിസോർഡർ ആകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അതായത് ക്രെഡിറ്റർ ബിൽസ് പേയബിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത ബിൽസ് പേയബിൾ ക്രെഡിറ്റർ സമയപ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു, ക്യാഷ് കൊടുക്കാൻ പറയുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഇല്ല, നമുക്ക് ബില്ലിലെ തുക കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബിൽസ് പേയബിൾ എന്തായി പോയി, ഡിസോണർ ആയിപ്പോയി എന്ന് പറയില്ലേ. അതായത് ആ ബില്ലിലെ തുക കൊടുക്കാതെ വന്നപ്പോൾ ആ ബില്ല് ഡിസോണർ ആയിപ്പോയി. അപ്പോൾ അവിടെ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി മാറും, പകരം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി വീണ്ടും അവിടെ ഉണ്ടാവുന്നു. ഡിസോണർ ആയി പോകുമ്പോൾ പിന്നെ അതിന് വിലയില്ലല്ലോ. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നു, കുറഞ്ഞിട്ട് പകരം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്നാന്നും പറഞ്ഞ് എഴുതേണ്ടത്, ക്രെഡിറ്റർ എന്നും പറഞ്ഞ് പുതിയൊരു ലയബിലിറ്റി, ബിൽസ് പേയബിൾ മാറിയിട്ട് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ വരുന്നു. അതെപ്പോഴാണ് വരുന്നത്, ബിൽസ് പേയബിൾ ഡിസോണർ ആകുമ്പോൾ. ബിൽസ് പേയബിൾ ഡിസോണേർഡ് നമ്മൾ അവിടെ കാണിക്കുന്നു. അപ്പോഴും ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുക, കാരണം ബില്ല് എന്തായി പോകുന്നു, ഡിസോണർ ആയി പോകുന്നു കേട്ടോ. അപ്പോൾ ഡിസോണർ ആകുമ്പോൾ വീണ്ടും ക്രെഡിറ്റർ രൂപപ്പെടും. അതുകൊണ്ട് നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തണം. കാരണം നമ്മൾ കൊടുത്ത ബിൽസ് പേയബിൾ എന്തായിപ്പോയി, ഡിസോണർ ആയിപ്പോയി. ഡിസോണർ ആയി പിന്നെ അങ്ങനെ ആ ഒരു ലയബിലിറ്റി അവിടെ കുറഞ്ഞു, പകരം ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലയബിലിറ്റി അവിടെ വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിൽസ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഐറ്റംസ്. എല്ലാ ഐറ്റംസും രേഖപ്പെടുത്തി എന്ത് ചെയ്യുക, ഇനി ടോട്ടൽ ചെയ്യുക, അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, അത് തന്നെ ഇപ്പുറത്തോട്ട് എഴുതുക. അതിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ച് എന്നാൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബിൽസ് പേയബിൾ അക്സെപ്റ്റ്. ഇത്രയും തുകയുടെ ബിൽസ് പേയബിൾ ആയിരിക്കും നമ്മുടെ ബിസിനസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കി ബിൽസ് പേയബിൾസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അതായത് ബിൽസ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബിൽസ് പേയബിളിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ബിൽസ് പേയബിളിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. ക്ലിയർ? ഇനി നിങ്ങളുടെ SCERT ടെക്സ്റ്റിൽ ഇതിന്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. ഈ ഫോർമാറ്റ് ഒന്ന് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ചു വെക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തും പറയുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ, പിന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് ഇത്രയും തുകയുടെ ബിൽസ് ഇതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇതായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ്. പിന്നെ ഡെബിറ്റ് സൈഡിൽ ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഐറ്റംസ്, ഒന്ന് ചെക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കുമ്പോൾ, അതായത് ബില്ല് മച്യൂരിറ്റി ഡേറ്റിൽ ബില്ലിലെ തുക കൊടുക്കുമ്പോൾ, പിന്നെ ബില്ല് ഡിസോണർ ആകുന്ന കേസ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തൊക്കെ വരാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ, അതിനകത്ത് ബിൽസ് റിസീവബിൾ നമ്മൾ തയ്യാറാക്കിയായിരുന്നു, ബിൽസ് പേയബിളും കൂടി നോക്കാം.
അപ്പോൾ ഇനി ഇത്രയും നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയതാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് നോക്കിയാൽ ഓപ്പണിംഗ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എവിടെയാണ് എഴുതേണ്ടത്? ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ 37,000. നെക്സ്റ്റ് ബിൽസ് പേയബിൾ ഡിസോണേഡ്. ബിൽസ് പേയബിൾ ഡിസോണർ ആയിരുന്നാൽ എന്ത് സംഭവിക്കും? ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ക്യാൻസലായിട്ട് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ വരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യണം? ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ക്ലോസിംഗ് ബിൽസ് പേയബിൾ. ക്ലോസിംഗ് എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിൽ. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കി ഐറ്റംസ് ഒക്കെ ബിൽസ് റിസീവബിളിൽ വരുന്നതാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ഡിസോണർ ആയ ബില്ലിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് വരുന്ന ഫിഗർ എന്ന് പറയുന്നത് 81,780 എന്ന് പറഞ്ഞ് അത്രയും തുകയുടെ ബിൽസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ KGC ആനുവൽ ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.14 ഈ എക്സാമ്പിളും കൂടി ഒന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് ഡ്യൂറിങ് ദ ഇയർ. ഒരു വർഷം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബിൽസ് പേയബിളിൻ്റെ തുക കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ ഓൺ 1/1/2013. 1/1/2013 ബിൽസ് പേയബിളിൻ്റെ ബാലൻസ്, അതായത് ഇത്രയും തുക അന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസിന് ഏതാണ്? ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ ഓൺ 31/12/2013. അതെന്ന് പറയുന്നത് എന്താ? ക്ലോസിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ് വരികയുള്ളൂ? ഡെബിറ്റ് സൈഡിലെ ബാലൻസ് സൈഡിൽ എന്ന് പറഞ്ഞാൽ 4,700. നെക്സ്റ്റ് പേയ്മെന്റ് ഫോർ ബിൽസ് ഡ്യൂറിങ് 2013. 2013 18,600 രൂപ ബിൽ തുക കൊടുത്തിട്ടുണ്ട്, പേയ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് അല്ലേ? അതായത് ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത്രയും തുക കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അത്രയും തുക, അത്രയും ലയബിലിറ്റി കുറഞ്ഞു അല്ലേ? അപ്പം ക്യാഷ് എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 12,600 എഴുതിയിരിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ ഇത് ക്രെഡിറ്റേഴ്സിൻ്റെ, അതായത് ബിൽസ് ഇത്രയും തുകയുടെ ബില്ല് അക്സെപ്റ്റ് ചെയ്താണ്, ബാലൻസിങ് ഫിഗർ ആണ്. ബ്രാക്കറ്റിൽ ബിൽസ് അക്സെപ്റ്റഡ് എന്നും കൂടി എഴുതുക. 19,200. അപ്പം ഇങ്ങനെയാണ് ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.